ടോപ്പിക്കുന്ന ലാൻഡ് റിഫോംസ് ആൻഡ് എൻഡ് ഓഫ് ഫ്യൂഡലിസം. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി ഇന്ത്യയിലൊട്ടാകെ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ഭൂമി കർഷകന് എന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് പിന്നീട് ഇവിടെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലായത്. EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ പ്രധാന ഭൂപരിഷ്കരണ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, ജന്മിത്വം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ കുടിയായ്മ നിയമങ്ങൾ പരിഷ്കരിക്കുക, ഇടത്തട്ടുകാരെ ഒഴിവാക്കുക, കൈവശം ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വിതരണം ചെയ്യുക, കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക എന്നിവയാണ്. സ്വന്തമായി ഭൂമി ലഭിക്കുന്നതോടുകൂടി കർഷകന്റെ ജീവിത നിലവാരം സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. EMS മന്ത്രിസഭ ഭൂപരിഷ്കരണ നിയമനിർമ്മാണത്തെ അതിന്റെ പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രി തന്റെ ഭരണത്തിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യങ്ങളെ വ്യക്തമാക്കിയിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു: മര്യാദപ്പാട്ടം നിജപ്പെടുത്തുക, അതേപോലെ കുടിയാന് ഭൂമി സ്ഥിരാവകാശം നൽകുക, കേരളത്തിലെ സവിശേഷ ഭൂമിയെ കൈവശപ്പെടുത്തിയുള്ള ഒരു മിച്ച ഭൂമി എടുത്ത് വിതരണം ചെയ്യുക. ഈ പരിഷ്കരണങ്ങളുടെ ഫലമായി കർഷകർ അനുഭവിക്കുന്ന ചെറുകിട ഭൂവുടമകൾക്ക് ന്യായമായ രക്ഷ നൽകുക എന്നിവയൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ. കേരളത്തിലെ കർഷകരുടെ സംഘടിതമായ ഈ പ്രക്ഷോഭത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി കുടിയാന്മാരെയും കുടിയെടുപ്പുകാരെയും കുടിയൊഴിപ്പിക്കുന്നതും അവരിൽ നിന്ന് പാട്ടക്കുടിശ്ശിക ഈടാക്കുന്നതും നിർത്തലാക്കുന്നതിനു വേണ്ടി 1957 ഏപ്രിൽ 11 ഒരു ഉത്തരവിട്ടു. കൂടാതെ 1957 നവംബറിൽ ജന്മിക്കരം നിർത്തലാക്കാൻ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു ബിൽ പാസാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. EMS മന്ത്രിസഭയുടെ ഏറ്റവും പുരോഗമനപരമായ പരിഷ്കരണമായിരുന്നു ഭൂപരിഷ്കരണം. കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത് കേരള കാർഷിക ബന്ധ ബിൽ എന്നാണ്. 1957 ഡിസംബർ 21 റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നത്. 26 വകുപ്പുകളുള്ള 4 അധ്യായങ്ങളിലാണ് ബിൽ വിഭജിക്കപ്പെടുന്നത്. ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി ഗൗരിയമ്മ നിയമസഭയിൽ ഇങ്ങനെ വ്യക്തമാക്കി: കൃഷി ചെയ്യുന്ന കർഷകർക്ക് സ്ഥിരാവകാശം, കുടിയാനും മര്യാദപ്പാട്ടം, ഭൂ ഉടമസ്ഥതയ്ക്ക് പരിധി നിർണ്ണയിക്കുക, കൃഷിക്കാർക്ക് അവർ കൈവശം വയ്ക്കുന്ന ഭൂമി ജന്മികളുടെ കയ്യിൽ നിന്നും ന്യായമായി പ്രതിഫലം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനുള്ള അധികാരം നൽകുക, അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് പരിധി നിർണ്ണയിക്കുക എന്നിവയാണ്. കുടിയാൻ കൊടുക്കേണ്ട മര്യാദപ്പാട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ തോതും ബില്ലിലെ 1-ാം പട്ടികയായി ചേർത്തു. അവകാശം വ്യവസ്ഥ ചെയ്തു. സ്ഥിരം കുടിയാന്മാർക്ക് അവർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഭൂമി ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി വരെ ജന്മിയുടെ കൈവശത്തിൽ നിന്നും പ്രതിഫലം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനുള്ള അവകാശം നൽകി. പരിധിയിൽ കൂടുതലുള്ള ഭൂമി സർക്കാരിനെ ഏൽപ്പിക്കണം. ഭൂമി വിലയിടാക്കി ഭൂമി നഷ്ടപ്പെട്ട കുടിയാന്മാർക്കും ഭൂ ഉടമകൾക്കും കാർഷിക തൊഴിലാളികൾക്കും നൽകണം. പാട്ടത്തിന്റെ 6 ഇരട്ടി 16 ഗഡുക്കളായി അടച്ചാൽ ഭൂമി കുടിയാന് തീരുവാങ്ങാം. ഭൂപരിഷ്കരണ നിയമമായ കാർഷിക ബന്ധ ബില്ല് തുടങ്ങിവെച്ചത് 1ാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിലും അത് പൂർത്തീകരിച്ചത് 2ാമത്തെ സർക്കാരാണ്. 1963 അവതരിപ്പിക്കപ്പെട്ട കേരള ഭൂപരിഷ്കരണ നിയമം എന്ന 2ാമത്തെ ബില്ല് അവതരിപ്പിച്ചത് PT ചാക്കോയും K ചന്ദ്രശേഖരനുമായിരുന്നു. 1964 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഗൗരിയമ്മ പാസാക്കിയ ഈ ബില്ലിൽ കുറച്ചുകൂടി വെള്ളം കലർത്തിയാണ് ഇത് പിന്നീട് പ്രാബല്യത്തിൽ വന്നത്. ഈ മൂലധന നിയമപ്രകാരം കുടിയാന്റെ ഭൂമിയിൽ ജന്മിക്കുള്ള അവകാശവും ബന്ധവും മറ്റും സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ കുടിയാന് വേണ്ട ഭാഗം സർക്കാരിൽ നിന്നാണ് നൽകുന്നത്. പുതിയ നിയമപ്രകാരം കുടിയായ്മ ഭൂമിയുടെ ജന്മിത്തവകാശം ജന്മിമാരിൽ തന്നെ നിക്ഷിപ്തമാവുകയും ആ നിയമം ജന്മിമാർക്ക് അനുകൂലമായി വരികയും ചെയ്തു. എന്നാൽ EMS പിന്നീട് അധികാരത്തിൽ വന്നതിനു ശേഷം ഗൗരിയമ്മ വീണ്ടും വരികയും പുതിയ നിയമം പാസാക്കുകയും ചെയ്തു. 1ാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു വിമോചന സമരം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചതായിരുന്നു. ധാരാളം ക്രിസ്ത്യൻ സഭകളും ഭൂവുടമകളും RSS മുസ്ലിം സംഘടനകളും ഇതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ 2ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഈ കാർഷിക ബന്ധ ബിൽ അവതരിപ്പിക്കുകയും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരികയും ചെയ്തു. പുരോഗമനപരമായ വ്യവസ്ഥകൾ അടങ്ങിയ ഒരു നിയമമായിരുന്നു ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്.
ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: ജന്മി നിശ്ചിതമായ എല്ലാ അധികാരങ്ങളും സർക്കാരിൽ നിശ്ചിതമായി അത് ജന്മിത്വത്തിൻ്റെ വേറെടുക്കാൻ കാരണം. ഭൂമി കൈവശം വെക്കാവുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് പരിധി നിശ്ചയിക്കുകയും മിച്ച ഭൂമികൾ കണ്ടെത്തുകയും ഇത്തരം മിച്ച ഭൂമികൾ കുടിയാന്മാർക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. 28 ലക്ഷത്തോളം കുടിയാന്മാർ ഇങ്ങനെ ചെറുകിട ഭൂ ഉടമസ്ഥരായി. ഭൂമി ലഭിച്ചവരുടെ ഭക്ഷണം എന്ന അടിസ്ഥാന ആവശ്യത്തിന് ഭാഗികമായി പരിഹാരമായി. കുടിയിറക്ക് ഭീഷണി അവസാനിച്ചു. ഇതൊരു ക്ഷേമ നിയമം എന്നതിനുപരി ഒരു പുരോഗമനപരമായ ഒരു നിയമം കൂടിയായിരുന്നു. ഇത്തരം നിരവധി സവിശേഷതകൾ ഈ നിയമത്തിന് ഉണ്ട്. ഭൂപരിഷ്കരണം രാജ്യത്തിന് തന്നെ മാതൃകയാണെങ്കിലും അത് വിമർശനങ്ങൾക്ക് അതീതമായിരുന്നില്ല. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ധനികരായ ഭൂവുടമ വിഭാഗം തങ്ങളുടെ ഭൂമി തങ്ങളുടെ കൈവശം തന്നെ നിലനിർത്തി. മിച്ച ഭൂമി ഏറ്റെടുക്കുവാനും അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുവാനും ഒരു പരാജയമായി വന്നു. 1957 വന്ന കാർഷിക ബന്ധ ബിൽ പിന്നീട് വന്ന സർക്കാർ അട്ടിമറിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വിമർശനം വന്നിട്ടുണ്ട്. മിച്ച ഭൂമിയിൽ ഭൂരിഭാഗവും ഭൂസ്വാമിമാർ കൈവശം വെക്കുകയും ചെയ്തു. യഥാർത്ഥ കർഷകരായിട്ടുള്ള ആദിവാസി ജനങ്ങളും അധസ്ഥിതരായിട്ടുള്ള വിഭാഗക്കാർക്കും ഇതുവരെ അവർക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് ഭൂപരിഷ്കരണത്തിൽ പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും കുറിച്ച് മാർക്സിസ്റ്റ് വീക്ഷണകോണിൽ നിന്ന് വിപുലമായി എഴുതിയ EMS കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 1930കളിൽ ഒരു ഗ്രാമത്തിലെ സമ്പദ് അസമത്വത്തെക്കുറിച്ച് EMS നടത്തിയ നിരീക്ഷണത്തിൽ നിന്ന് ആരംഭിച്ച് ഭൂപരിഷ്കരണം കേരളത്തിലെ ഗ്രാമങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്.